ഡൽഹിയിൽ ശകുന്തള രവി എന്ന് പറയുന്ന ഭാര്യഭർത്താക്കന്മാരുണ്ടായിരുന്നു. 2011 ഫെബ്രുവരി മാസത്തിലാണ് ഇവർ വിവാഹം കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വിവാഹം കഴിക്കുന്ന സമയത്ത് ശകുന്തളക്ക് 18 വയസ്സും രവിക്ക് 23 വയസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ദില്ലിയിൽ ശകുന്തളയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും ഒരു ദിവസം പോവുകയാണ്. അതായത് ഈ ശകുന്തളയുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, രവിയുടെ യഥാർത്ഥ സ്ഥലം ദില്ലിയിലാണ്. ഈ ചേച്ചി മുഖാന്തരമാണ് ഇവർ വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കായിരുന്നു ഈ ബന്ധുവായിട്ടുള്ള ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് ശകുന്തളയും അതുപോലെ തന്നെ രവിയും പോയിട്ടുണ്ടായിരുന്നത്. അന്നേ സമയം രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയ സമയത്ത് ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് തന്നെ രവിയെ വിളിച്ച് വർത്താനം കാര്യങ്ങൾ പറയുകയാണ്. അന്നേരം ഇത്തരത്തിൽ തന്നെ ശകുന്തളയുടെ പക്കൽ രവി പറഞ്ഞു, നീ എന്തായാലും ചേച്ചിയുടെ റൂമിലോട്ട് ചെന്നോളൂ, അതിനുശേഷം എന്താക്കാം ഞാൻ വന്നോളാം എന്ന് പറയുകയും ചെയ്തു. ശകുന്തളയാണെങ്കിൽ ഈ ചേച്ചിയുടെ റൂമിലോട്ട് ചെന്നതിന് ശേഷം എത്ര കഴിഞ്ഞിട്ട് രവി ആണെങ്കിൽ ആ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഇവർ രണ്ടുപേരും പിന്നീട് രവിയുടെ മൊബൈലിലോട്ട് വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫും കാര്യങ്ങളുമാണ് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർ രണ്ടുപേരും പുറത്തു വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരെ അവിടെ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർച്ച് 22-നായിരുന്നു ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം മാർച്ച് 22-ാം തീയതി ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ ഇവൾ നിൽക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് രവിയെ പറ്റിയുള്ള യാതൊരു രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നീട് ഇവർക്ക് തിരക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇവളെ കയ്യിൽ മൊബൈലും ഫോണും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് രവിയുടെ വീട്ടിലോട്ട് ശകുന്തള പോവുകയും ചെയ്തു. ശകുന്തളയാണ് രവിയുടെ അച്ഛൻ്റെ അമ്മയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുഹൃത്തുക്കൾ വന്നതിന് ശേഷം തലേ ദിവസം രാത്രി ആണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് മൊബൈലിൽ വിളിച്ചിട്ട് യാതൊരു തരത്തിൽ തന്നെ റെസ്പോൺസും കാര്യങ്ങളും ചെയ്യുന്നില്ല നേരത്തുള്ള കാര്യങ്ങളായിരുന്നു ഈ അച്ഛനും അമ്മയുടെയും പക്കലാണെങ്കിൽ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ചാണ് ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവളെ പക്കൽ, അതായത് അവൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാറാണ് പതിവ്, ഇങ്ങനെ അവൻ പോവാറില്ല എന്നതിലുള്ള കാര്യങ്ങളായിരുന്നു ശകുന്തളയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർച്ച് 23-ാം തീയതി വരെ ഇവർ കാത്തു നിന്നതിന് ശേഷം അന്ന് വരാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാൻ മിസ്സിങ്ങിന് കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസുകാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടുപോയി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന, അതായത് വീഡിയോഗ്രാഫിക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാസറ്റും കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചു. അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഇതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൽപ്പെട്ട ഏതെങ്കിലും സുഹൃത്തുക്കളാണോ ഇദ്ദേഹത്തിൽ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ മുഖവും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ രവിയുടെ അനിയനെ വിളിക്കുകയാണ്. അതായത് രവിയുടെ സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് രവിയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചിലതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് രവിയുടെ ഭാര്യയാണ് സംശയം കാര്യങ്ങളും, അതായത് ഞങ്ങൾ കുറച്ചു കാലമായി ഭക്ഷണം കാര്യങ്ങളൊക്കെ വൃത്തിക്ക് കഴിച്ചിട്ട് ഇവക്കാണ് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലാതെയാണ് ഇവൾ ജീവിച്ചു പോകുന്നത്. ഇവക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുക, സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ ഞങ്ങൾ സംശയമുണ്ട് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഈ കേസ് ഒരു കോൾഡ് കേസ് എന്ന രീതിയിൽ തന്നെ വർഷങ്ങളോളം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കേസറ്റ് തപ്പിയപ്പോൾ ഒരുത്തരം മാത്രം ഇവർക്ക് ആർക്കും അറിയില്ല, അതായത് ഈ അച്ഛനും അമ്മക്കും അറിയില്ല, അതുപോലെ തന്നെ രവിയുടെ സുഹൃത്തുക്കൾക്ക് ആർക്കും തന്നെ അറിയില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് രവിയുടെ അനിയനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ തന്നെ അന്വേഷണ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ്റെ പേര് കമൽ എന്നാണ്. അതായത് ഈ കമലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് രവിയുടെ ഭാര്യ തന്നെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശകുന്തളയെ വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. ശകുന്തള പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം ഇവനല്ല വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ഇവൻ്റെ സൗണ്ടും കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളാണ്, ഞങ്ങൾ രണ്ടുപേരും രാജസ്ഥാനിലാണ്, ഞങ്ങളെ രണ്ടുപേരുടെ സ്ഥലം കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് ഇത് വർഷങ്ങളോളം മുന്നോട്ട് പോകും. പിന്നീട് 2019 സെപ്റ്റംബർ മാസമാണെങ്കിൽ ഈ ശകുന്തളയും പിന്നീട് കമലും കൂടി വിവാഹം കാര്യങ്ങൾ കഴിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് പലതരത്തിലുള്ള സംശയം കാര്യങ്ങൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ ഊർജിതമാക്കി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എനിക്ക് പിന്നീട് ശകുന്തളക്കാണെങ്കിൽ 7 മാസം പള്ളയിലാവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്. പിന്നീട് ശകുന്തളയെ പറ്റി പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ ഈ വീട്ടുകാരുടെ പക്കൽ വന്ന് ചോദിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം 3-ാം പക്കം തന്നെ അവളെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ തിരിച്ച് ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ 3 ആഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയതിന് ശേഷം അന്നേ ദിവസം രാത്രിയാണ് ഇവനെ കാണാതാകുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ ഇത്തരത്തിൽ തന്നെ വീട്ടുകാർ തുറന്നു പറയുകയും ചെയ്തു. പിന്നീടാണ് ഇവിടെ മേൽ പൂർണ്ണമായിട്ടുള്ള സംശയം കാര്യങ്ങൾ പോലീസുകാർക്ക് വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശകുന്തള പിന്നീട് വാച്ചും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നീട് ഇത്തരത്തിൽ തന്നെ ശകുന്തളയും കമലിനെയും വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും നുണപരിശോധന ടെസ്റ്റിന് വിധേയമാക്കുകയും ചെയ്തു. ഇതിലെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിനും കാട്ടി മുമ്പേ ഇവർ രണ്ടുപേരും മുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ പിന്നീട് സെപ്റ്റംബർ മാസം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത്തരത്തിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. കമലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതായത് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഇവനെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയാണ്. രാജസ്ഥാനിൽ നിന്ന് ശകുന്തളയും ഞാനും തമ്മിൽ സ്നേഹിക്കുകയാണ് ചെയ്തത്, ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു ലവേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്
ഡൽഹിയിൽ നിന്ന് ഇവൻ്റെ കല്യാണാലോചനയും കാര്യങ്ങളും വരുന്നതും പിന്നീട് ഇവൻ നേരെ വിവാഹം കാര്യങ്ങളും കഴിക്കുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കല്യാണം കഴിഞ്ഞ് 3-ാം പക്കം തന്നെ അവിടെ രാജസ്ഥാനിൽ വന്നതിന് ശേഷം പിന്നീട് അവനെ കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മൊബൈൽ ഫോൺ വഴി ഇദ്ദേഹത്തിൽ തന്നെ ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിന്നീട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവൾ ദില്ലിയിലോട്ട് പോവുകയും പിന്നീട് സഹോദരിയുടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനെ വിളിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് രാത്രിയാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പക്കൽ എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ തന്നെ പറഞ്ഞു അവളോട് നീ ചേച്ചിയുടെ റൂമിലോട്ട് പോയിക്കോ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കാറിലോട്ട് വിളിച്ച് കയറ്റിയതിന് ശേഷം അവിടെ വെച്ച് കൊലപാതകം ചെയ്യുകയാണ്. പിന്നീട് രവിയുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും എടുത്തുകൊണ്ട് തന്നെ കമൽ നേരെ ഇവൻ്റെ വീട് പണി നടക്കുന്ന രാജസ്ഥാനിലോട്ട് നേരെ പോവുകയാണ്. രാജസ്ഥാനിൽ പോയതിന് ശേഷം ആ വീട് പണി നടക്കുന്ന സ്ഥലത്ത് ഇവൻ്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളും കുഴിച്ചിടുകയുമാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ മക്കൾ തുറന്നു പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയാണ്. പിന്നീടാണെങ്കിൽ ശകുന്തളയെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ ഈ കേസും കാര്യങ്ങളും നടന്നതിന് ശേഷം 11 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ തന്നെ ഇവളെ അറസ്റ്റും കാര്യങ്ങളും പോലീസുകാർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻ മിസ്സിങ്ങും കാര്യങ്ങളുമായിട്ട് 11 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ശകുന്തളയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാം വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.